guys, welcome back to my YouTube channel. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ്സ് ഹോൾസ്, ഫാഷൻ റിലേറ്റഡ് വീഡിയോസ് ആൻഡ് വ്ളോഗ്സ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഇനാബിൾ ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ജീൻസ് ആൻഡ് ബോട്ടം കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. കുറേ ഒന്നുമില്ലെങ്കിലും ഒരു ഇച്ചിരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റോറീസും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ജീൻസ് ഇതാണ്. ഇതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സും വീഡിയോസും അല്ലെങ്കിൽ ഞാനിട്ട് ഫോട്ടോസൊക്കെ ഞാൻ ഈ സൈഡിലായിട്ട് ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജീൻസ് വന്നിട്ട് ഒരു ബാഗി ആയിട്ടുള്ള ജീൻസാണ്. എന്ന് വെച്ചാൽ ഇതൊരു മോം ഫിറ്റ് ജീൻസാണ്. ബാഗി ആയിട്ടുള്ളതല്ല, അടിയിൽ ഇച്ചിരി ബാഗി ആയിട്ട് അടിയിൽ ഇച്ചിരി ഒരു സ്റ്റിച്ചിങ് ഉണ്ട്. ഇതിൽ മോം ഫിറ്റ് ജീൻസ് എന്നാണ് ഇതിനെ പറയുക. അതാണിത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ബാഗി ജീൻസ് ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഫുൾ സ്കിന്നി ജീൻസ് ആയിരുന്നിട്ടുണ്ടിരുന്നത്. അതിൽ നിന്ന് ഞാൻ ബാഗി ജീൻസ് ഒന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ച ബാഗി ജീൻസാണ്. ദിസ് ഇസ് ഫ്രം അർബാനിക്. എന്താ ഒരു 2 വർഷമായിട്ടോ, 2022 ഞാനിത് മേടിച്ചത്. ഇത് റിപ്ഡ് ആയിട്ടുള്ളതാണ്, കണ്ടോ ഇവിടെ നല്ല റിപ്ഡ് ആയിട്ടുണ്ട്. ഇത് പിന്നെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ. ഇവിടെ ത്രെഡ് ഉണ്ടായിരുന്നു റിപ്ഡ് ആയിട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ജീൻസ്. ഇതൊരു വാഷ്ഡ് ആയിട്ടുള്ളൊരു ലൈറ്റ് ബ്ലൂ, ഇപ്പം അത് വൈറ്റ് ആയിട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ജീൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ജീൻസ് വന്നിട്ട് ഇത് ഇച്ചിരി കോമഡി ആയിട്ട് എല്ലാവർക്കും തോന്നും. ഇതാണ്. ഇതൊരു ഫ്ലൂറസിൻ്റെ ഒരു നിയോൺ കളർ പിങ്ക് ആൻഡ് ഓറഞ്ച് ആണ്. ഇതിങ്ങനെ ബ്ലോക്ക് പോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ 2 കളേഴ്സ് ആയിട്ടുള്ളതാണ്. ടൈൽസ് ഒക്കെ ഇട്ടേക്കണ പോലെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇത് ബാഗി ആയിട്ടുള്ളൊരു ലൂസ് ഫിറ്റ് ജീൻസ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ അർബനിക്കിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഒരു 3 ജീൻസ് ഞാൻ നേരത്തെ കാണിച്ചാൽ മതി. ഫസ്റ്റ് ബാഗി ജീൻസ് എന്ന് പറഞ്ഞതും ഇതും പിന്നെ വേറൊരു ജീൻസും കൂടെ ഉണ്ട്. ഇത് 3ഉം അർബനിക്കിൽ നിന്ന് മേടിച്ചാണ്, ഒരേ ടൈമിൽ മേടിച്ചാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത സൈസ് വന്നിട്ട് അത് എക്സ്ട്രാ സ്മോൾ ആണ്. ഇത് സ്മോൾ ആണ്, കാരണം ഇതിൽ എക്സ്ട്രാ സ്മോൾ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ സൈറ്റിലുള്ള ഏറ്റവും ചെറിയ സൈസ് മേടിച്ചിട്ടും എനിക്കിത് വളരെ ലൂസാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഇതൊന്നും മര്യാദക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ അടുത്തൊരു പാർക്കിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടില്ല, ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ പോയപ്പോൾ മാത്രം എനിക്ക് 2 കൊല്ലം ഇത് എനിക്കൊന്നും മര്യാദക്ക് ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിങ്ങനെ സൈഡിൽ സ്റ്റിച്ച് ചെയ്താലൊക്കെ ഇടാൻ പറ്റും, പക്ഷേ അതിനുള്ള കട എവിടെ, ഷോപ്പ് എവിടെയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടിട്ടാണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതെനിക്ക് വളരെ ലൂസാണ്, അതുകൊണ്ട് ഇടാനും പറ്റില്ല. പിന്നെ വെച്ച് ഇത് ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് വെച്ചാൽ ഇതാരും ഇടത്തില്ല. സോ ഇതാണ് സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ തേർഡ് വൺ വന്നിട്ട് ഈ 3 ജീൻസാണ് ഞാൻ അർബനിക്കിൽ നിന്ന് മേടിച്ചത്. ഇതൊരു വളരെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതും വെയർ ചെയ്യാൻ പറ്റിയതോ ആയിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു കളറാണ്. ഇതൊരു ബേജ് കളറാണ്. ഇത് ഞാൻ അർബനിക്കിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കാലിൽ കണ്ടോ, ഈ ഒരു തൈസിൻ്റെ അവിടെ അർബനിക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഞാനിത് സ്ക്രീനിൽ ആപ്പിൻ്റെ സ്ക്രീനിൽ കിടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമ്മുടെ വാട്ടർമാർക്ക് പോലെ കൊടുക്കില്ല, ഇങ്ങനെ മിന്ത്ര എന്നൊക്കെയുള്ള. ഞാൻ വിചാരിച്ചാൽ അതാണ്. ഞാൻ അത് ശ്രദ്ധിച്ചു പോലുമില്ല. പിന്നെ ഇത് വന്നപ്പോഴാണ് വെച്ചാൽ ഇവർ അർബനിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിഫക്റ്റഡ് പ്രൊഡക്റ്റ് ആണോ എന്ന്. പക്ഷേ ഞാൻ പിന്നെയും കയറി സൈറ്റിൽ നോക്കിയപ്പോൾ ശരി, അർബനിക്കുന്ന തൈസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് ഇച്ചിരി വൃത്തികേടായിട്ട് തോന്നി. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇടാൻ പറ്റാത്തതിന് മെയിൻ കാര്യം അതുപോലെ തന്നെ സൈസ് വളരെ വലുതാണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സ്ട്രാ സ്മോൾ ആട്ടോ. അർബനിക് എക്സ്ട്രാ സ്മോൾ ആണ്, എന്നിട്ട് പോലും ഇതെനിക്ക് വലുതാണ്. അപ്പോൾ ഇതും അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ഇത് ബാഗി ആയിട്ടുള്ള ജീൻസാണ്. താഴത്ത് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോലെയുള്ളൊരു ഡിസൈൻ ഉണ്ട് ത്രെഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് വൺ വന്നിട്ട് ഈ ജീൻസാണ്. ഇത് റിയോഡ. ദിസ് ഈസ് ഫ്രം ട്രെൻഡ്സ്. റിയോസ് എ ബ്രാൻഡ് ഫ്രം ട്രെൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് ബാഗി ആയിട്ടുള്ളതല്ല, ഇത് സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസാണ്. റിപ്ഡ് ആയിട്ട് ഡിസൈനും ഉണ്ട്. റിപ്ഡ് ആണ്, കണ്ടോ തൈസിൻ്റെ അവിടെ. ഇത് വിട്ട് പോയതാട്ടോ, ത്രെഡ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ജീൻസാണ്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രെൻഡ്സിൽ പോയിട്ട് എനിക്കൊരു ജീൻസ് എമർജൻസി ആയിട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് ഈസ് 1500 ഓൺലി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി 1500 ജീൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1500 ജീൻസ് തീർന്നൊന്നും ഇല്ല അങ്ങനത്തെ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് എനിക്ക് 1500 ബഡ്ജറ്റുള്ള എനിക്ക് ഇപ്പം തന്നെ ഒരു സ്ഥലത്ത് പോകണം, എനിക്ക് ജീൻസ് വേണമെന്ന്. അപ്പോൾ ആ ചേച്ചി ന്യൂ ആയിട്ട് വന്നിട്ടുള്ള സ്റ്റോക്കിൽ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് വന്നു. ആ ജീൻസ് കിട്ടി. എൻ്റെ സൈസ് 26 ആണ്. അപ്പോൾ അതും ഉണ്ടായില്ല. എന്നിട്ട് ആ ചേച്ചി പുതുതായിട്ട് വന്ന സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സമാധാനം. എന്നിട്ട് ഞാൻ വെക്കം നിട്ട് നോക്കിയിട്ട് ഇതെടുത്തു.
കണ്ടോ, ഇത് നല്ലതാണ്. ഇത് നമുക്ക് കാഷ്വലിയൊക്കെ ഇട്ടിട്ടോ, കാരണം വളരെ ബാഗിയും അല്ല, സ്ട്രെയിറ്റ് ഫിറ്റാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ബാഗി ജീൻസൊക്കെ ഇട്ടിട്ട് മതിയായത് കൊണ്ടാണോ എനിക്ക് എന്താ സ്കിന്നി ഫിറ്റായിട്ടുള്ള ജീൻസ് ഇഷ്ടമല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സ്കിന്നി ഫിറ്റായിട്ടുള്ള ജീൻസ് ഇരുന്നോട്ടെ എന്ന്, അങ്ങനെ ഞാൻ മേടിച്ചാണ് ഇത്. ഇതും ട്രെൻഡ്സിൽ നിന്ന് തന്നെയാണ്. ഇത് DNMXൻ്റെ 26 ആണ് സൈസ് വന്നിട്ട്. ഇത് നല്ല സ്കിന്നി ആയിട്ടുള്ളതാണ്, റിഡുമാണ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള ജീൻസാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇത് നല്ല സ്കിന്നി ആയിട്ടുള്ള കേട്ടോ, നല്ല സ്കിന്നി ആയിട്ടുള്ള. ഞാൻ ഓർമ്മ സ്കിന്നി ഇരിക്കട്ടെ, നമുക്ക് വലിയ കൂടെ ആവശ്യം വന്നാൽ എല്ലാം ഇരിക്കണം നല്ലതാണ്. അങ്ങനെ മേടിച്ചതാണ് ഇത്. ഇത് ഇച്ചിരി വലിയാണ് കേട്ടോ, ഉണ്ട് അലാസ്റ്റിക് പോലെ, കണ്ടിങ്ങനെ അലാസ്റ്റിക് പോലെ ഉള്ളത്. പക്ഷെ ജീൻസാണ്, ജഗിൻസ് ഇങ്ങനെ ഇങ്ങനെ വലിയാണ്, അത് നല്ല ഫിറ്റായിട്ടിരിക്കും. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇത് ലീ കൂപ്പറിൻ്റെ, ദിസ് ഈസ് ഫ്രം ട്രെൻഡ്സ്. ഇത് ലീ കൂപ്പർ ആണ് ബ്രാൻഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടിട്ട് വീഡിയോ കാണിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താണ് വല്ല ആഡ്സൊക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഇട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വി പോലെ ഇരിക്കും ഇതിട്ടാൽ, അങ്ങനെയുള്ള ഒരു മോഡലാണ്. ഇത് നല്ല ലൂസ് ഫിറ്റ് ആണ് കേട്ടോ, നല്ല വൈഡ് ആംഗിൾ അല്ല, ഇത് നല്ല ബാഗി ആയിട്ടുള്ള ലൂസ് ഫിറ്റ് ജീൻസാണ്. ഇത് വലിയ കട്ടിയില്ല, കണ്ടോ, ഇച്ചിരി ഭയങ്കര ഡെനിമിൻ്റെ മെറ്റീരിയൽ അല്ല, ഇച്ചിരി തളർന്നൊരു തിന്നായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ പക്ഷെ അധികം വേറെ അറിയില്ല. ഇതെന്തോ ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഇച്ചിരി വിയേർഡായിട്ട് തോന്നാറുണ്ട്. ഞാൻ ഇടാറുണ്ട്, പക്ഷേ എനിക്ക് വലിയ നോട്ട് മൈ ഫേവറേറ്റ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ആ 3 ജീൻസ് കാണിച്ചില്ല അർബനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞ്, അതിൻ്റെ കൂടെ തന്നെ മേടിച്ചതാണ് ഈ ഒരു കാർഗോ പാൻസ് ആണ്. ഇതിൻ്റെ പോക്കറ്റ്സിൽ സൈഡിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. ഈ പോക്കറ്റ്സിലൊരു ഫയർ വർക്ക് പോലെയാണ്, വൈറ്റ് ത്രെഡ് വിത്ത് പിങ്ക് ത്രെഡ്. ഇത് നല്ല ഡ്രസ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആകെ അത്രയും ജീൻസ് മേടിച്ചാൽ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു ഇതാണ്. ഇത് എക്സ്ട്രാ സ്മോൾ തന്നെയാണ് സൈസ്, അർബനിക്ക് എന്നാണ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ ചെറുതായിട്ട് ഞാനിവിടെ അടിച്ചിട്ടുണ്ട്, അത് ഇപ്പം പോയി, ചെറുതായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഇത് വൈറ്റ് ലെഗ് ആയിട്ടുള്ള കാർഗോ ജീൻസ് ആണ്. ഈ വൈറ്റ് ത്രെഡ് വന്നേക്കുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ്, ആയിരുന്നു, ഇപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് നല്ല കട്ട് ചെയ്ത് നമുക്ക് അലക്കാൻ പറ്റില്ല, അത്ര കനമാണ് ഇതിന്. നല്ല തിക്കായിട്ടുള്ള ഡെനിം മെറ്റീരിയൽ ആണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വെള്ളത്തിൽ മുക്കിയാൽ നമുക്ക് വെക്കാൻ പോലും പറ്റില്ല. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഈ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഇതൊരു അബദ്ധമായി പോയോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. പക്ഷേ ഇതിൻ്റെ എന്താണ് വർക്ക്, ഡിസൈനും പാറ്റേണൊക്കെ നല്ലതാണ്. ഇതിൻ്റെ എഴുതി വെച്ചത് ആക്ച്വലി ബർമുഡ ഷോർട്സ്, മാക്സിലെ ബർമുഡ ഷോർട്സ് എന്നാണ് ഇതിൽ എഴുതി വെച്ചത്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ആക്ച്വലി സ്റ്റിൽ ഇത് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, കാരണം ഇത് ഇട്ടിട്ട് വീഡിയോ ഇവിടെ കൊടുക്കുക. ഇതിങ്ങനെ മുട്ടിൻ്റെ താഴത്ത് വരെയുള്ള, എന്നുവെച്ചാൽ ഷോർട്സും അല്ല ജീൻസും അല്ലാത്ത പോലെ, പിന്നെ മുക്കാലൊക്കെ ഉള്ളൊരു ട്രൗസറൊക്കെ പോലെ ഉണ്ട്. നല്ല ഡ്രസ്സുണ്ട്. ഇതിൻ്റെ പുറകിൽ പോക്കറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ, കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് പോക്കറ്റ്സ് പോലെ. ഇത് കാർഗോ ഷോർട്സ് പോലെ ഇങ്ങനെ കണ്ടോ, 2 പോക്കറ്റ്സ് ഉണ്ട്, 2 കാലിലും 2 പോക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. മുട്ടിൻ്റെ താഴെ വരെ ഇതുള്ള ഇതിട്ടിട്ട് ഞാൻ ക്ലിപ്പിങ്സ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇത് മൈ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് 26 ആണ് സൈസ്. ഞാനൊരു ഇച്ചിരി ഇപ്പോൾ തടി വെച്ചത് കൊണ്ട് എനിക്ക് 28 എടുത്താൽ മതി എന്ന് തോന്നി. ഞാൻ 28, 26 ഇട്ട് നോക്കി. അപ്പോൾ എന്താണ്, ഇത് 26 കറക്റ്റ് ഫിറ്റാണ്, 28 ഒരു ഇച്ചിരി കറക്റ്റ് ആണെങ്കിലും ഇച്ചിരി ലൂസാണ്. അപ്പോൾ ഞാൻ മേടിച്ച് എന്തായാലും തടി കുറയല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ 26 മേടിച്ചു. പക്ഷേ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തടി ഇറക്കിയാണ് ഗൈസ്. നെക്സ്റ്റ് വൺ വന്നിട്ട് മൈ ഫേവറേറ്റ് ജീൻസ്. ഇതാണ്. ഇത്രയൊക്കെ ബോട്ടം വെയർസ് ഉണ്ടെങ്കിലും ഞാൻ ആകെ എപ്പോഴും എല്ലാവരും കണ്ടിട്ടുള്ളത് ഇതിൽ മാത്രമായിരിക്കും. ഞാൻ എപ്പോഴും ഇടുന്നത് ഇത് മാത്രമാണ്. എപ്പോഴും എൻ്റെ കൈ പോണത് ഈ ജീൻസിലോട്ടാണ്. ബൂട്ട് കട്ട് ജീൻസ്. ദിസ് ഈസ് ഓൾസോ ഫ്രം ലിവൈസ്, ലീ കൂപ്പർ. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്നാട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതൊരു ബൂട്ട് കട്ട് ജീൻസ് ആണ് കേട്ടോ. ഈ ബൂട്ട് കട്ട് ജീൻസ്, ഈ സ്കിന്നി ജീൻസ് വെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ബൂട്ട് കട്ട് ജീൻസ് മേടിക്കാം. അതാകുമ്പോൾ സ്കിന്നിയാണ്, അടിയിൽ വന്നിട്ട് ഫ്ലെയർഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്കിന്നി ജീൻസിൽ ഒരു വൃത്തികേട് അറിയത്തില്ല. ഇത് നല്ലതാണ് കേട്ടോ, ഇത് നല്ല ഫിറ്റായിട്ട് ഇരിക്കും. ഇത് ഇച്ചിരി ബ്ലാക്ക് ആണ്, പക്ഷേ ഗ്രേ പോലെ ഉണ്ട് ഇപ്പം ഇട്ടിട്ട്. ഇച്ചിരി വാഷ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു കണ്ട് ഇങ്ങനത്തെ, ഇതിനെന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ട്. ഇത് നല്ലതാണ്, ഇത് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഞാൻ ഇത് മേടിച്ചേ പിന്നെ ഇത് മാത്രമേ ഇടാറുള്ളൂ. ഇതാണ് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ബൂട്ട് കട്ട് ജീൻസ്. ഇതായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ്.
നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ബൂട്ട് കട്ട് ജീൻസിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ബൂട്ട് കട്ട് ജീൻസ് അന്വേഷിച്ച് നടക്കണമായിരുന്നു. അപ്പോൾ എനിക്കൊരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളർ എന്താ ബൂട്ട് കട്ട് ജീൻസ് വേണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഇത് മേടിക്കാനായിട്ട് ഇതല്ല, വെസ്റ്റ് സൈഡിൽ കയറുന്ന പറഞ്ഞ് പോയപ്പോൾ ഞാൻ വെക്കുന്നത് ഈ ബൂട്ട് കട്ട് ജീൻസ് അവിടെ കിടന്നു. അത് ഞാൻ അന്വേഷിച്ച് നടന്ന കളർ ഡാർക്ക് ബ്ലൂ ആണോ. ഇത് മറ്റേ ബൂട്ട് കട്ട് ജീൻസിനേക്കാൾ ഇച്ചിരി കൂടെ ഫ്ലയേർഡ് ആയിട്ട്, അത് മേ ബി ഫ്ലയേർഡ് ജീൻസ് ഓർ വൈഡ് ലെഗ് ജീൻസ്, ഫ്ലയേർഡ് ജീൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ബൂട്ട് കട്ട് ജീൻസ് ഇങ്ങനെ വന്നിട്ട് ഒരു ഇച്ചിരി ഫ്ലെയർ ഉള്ളൂ, പക്ഷെ ഇത് ഇച്ചിരി കൂടുതൽ ഫ്ലെയർ ഉണ്ട്, നല്ല ഭംഗിയായിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ബാക്ക് വന്നിട്ട് കണ്ടോ ഒരു പോക്കറ്റിൻ്റെ ഹേർട്ട് ഷേപ്പാണ്. ഒരെണ്ണം സാധാരണ ആണ്, അത് നല്ലതാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ബ്ലൂ ആണ്. പിന്നെ ഇതിനങ്ങനെ ഇതിനങ്ങനെ പാറ്റേൺ ഉണ്ട് കണ്ടോ ചെറുതായിട്ട്, പക്ഷെ ഇതിൻ്റെ പാറ്റേൺ ഇല്ല, ഇതിൻ്റെ മറ്റേ ഡിസൈനിലായിട്ട് ഇത് പ്ലെയിൻ ആണ്. മറ്റേതിൻ്റെ അവിടെ ഇച്ചിരി ഇങ്ങനെ വര വര പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് ജീൻസ്. ഇതാണ് ഞാനിപ്പോൾ എപ്പോഴും വെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാം, ഞാനിത് മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീൻസ് കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ഡെനിം സ്കേർട്ടാണ്. എനിക്കൊരു ഡെനിം സ്കേർട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇത്. ഞാൻ മാക്സിൽ ഇപ്പോൾ മേടിക്കാനായിട്ട് പോയതൊന്നുമല്ല, ഞാൻ മാക്സിൽ ജസ്റ്റ് കയറിയപ്പോൾ ഒരു നല്ല ഭംഗി, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഡെനിം സ്കേർട്ട്. ഇതിങ്ങനെ ഇങ്ങനെ സെൻട്രലായിട്ടൊരു സ്ലിറ്റ് ഉണ്ട്. ഇത് നല്ല ബോഡിക്കോണായിട്ട് ബോഡി ഫിറ്റ് ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു സ്കേർട്ടാണ്. പെൻസിൽ സ്കേർട്ട് പോലെ ഇരിക്കും, പക്ഷേ ഇത് എന്താണ് നല്ല ലെങ്ത് ഉണ്ട്, ഒരു മുക്കാലുണ്ട്. ഇത് ഞാൻ പിക്സ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ വൺ സൈഡിലായിട്ടൊരു പോക്കറ്റ് ഉണ്ട്, വൺ സൈഡിൽ മാത്രം. അത് നല്ല കറക്റ്റ് ഫിറ്റാണ്. ബാക്കിൽ 2 പോക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വന്നിട്ട് ഇപ്പം ഡെനിം മെറ്റീരിയലിൻ്റെ എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് ഇത് നോർമൽ ബോട്ടംസിന് കാണിക്കാം. ഇത് വന്നിട്ട് ഞാൻ ട്രെൻഡ്സിന്ന് മേടിച്ചാണ്. ട്രെൻഡ്സിന്ന് എടുത്തതാണ്. അവിടെ ഒരു 399 മേടിച്ചാൽ 399 ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഓഫർ ഉണ്ടാകാറുണ്ട്, വർഷത്തിലൊരിക്കലൊക്കെ ഉണ്ടാവാറുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഞാനിത് ഒബ്രോമാളിൽ ട്രെൻഡ്സിന്ന് മേടിച്ചതാണ്. അവിടെയാണ് ഈ ബ്രാൻഡ് അവിടെ ഉണ്ട്, പെർഫോമാക്സ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ്സിൽ തന്നെ ബ്രാൻഡൊന്നും. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു, കാരണം ഞാൻ ഇത് തന്നെ മാക്സിലും കണ്ടായിരുന്നു. ഇതിങ്ങനെ ബട്ടൺസ് ഇങ്ങനെ അഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും ഇടാം. ഇങ്ങനെ നമുക്ക് ടൈൽസിൽ 2 സൈഡിലും നമുക്ക് തുറന്നിടണമെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 2 ബട്ടൺസ് അഴിച്ചിട്ട് ഇടാം. അങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും ഇടാം. ഇത് ജിം വെയർ, ആക്റ്റീവ് വെയർ ആണെന്ന് തോന്നുന്നു, പെർഫോമാക്സ്. അങ്ങനെ അതിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. 2 സൈഡിലും വൈറ്റ് സ്ട്രൈപ്പ് വന്നിട്ട് ഇവിടെ വള്ളിയുണ്ട്, ഉള്ളിലോട്ടുള്ളതാട്ടോ. ഓക്കെ, എലാസ്റ്റിക്. അത് നമുക്ക് കാഷ്വലി ഒരു ടീഷർട്ടിൻ്റെ ഒക്കെ കൂടെ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാം, ജിമ്മിൽ പോകുമ്പോൾ വേണമെങ്കിൽ ഇടാം. ഫിറ്റ്, ഇത് ഇങ്ങനെ ഫിറ്റ് അല്ല കേട്ടോ, ഇതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പാൻസ് പോലെ കിടക്കണതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡെനിം. ഇത് ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ജസ്റ്റ് മീഷോയിലത്തെ ജീൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. ഇതൊരു ബ്രൗൺ കളറ് വൈഡ് ലെഗ് ബാഗി ആയിട്ടുള്ള ഒരു ജീൻസാണ്. ഇത് ഞാൻ അധികം ഇടാറേ ഇല്ല. ഇതൊരു ബ്രൗൺ കളറാണ്. ക്വാളിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ഡെനിം മെറ്റീരിയലാണ്, നല്ല തിക്കായിട്ടുള്ള മറ്റേ നൈസായിട്ടുള്ള ഒന്നല്ല, നല്ല തിക്കായിട്ടുള്ള അതിൻ്റെ മെറ്റീരിയലാണ്. പക്ഷെ ഞാനിതങ്ങനെ വെയർ ചെയ്യാറില്ല. ഇനി നമുക്കിത് എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റൈൽ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതും ഒരു സ്കേർട്ടാണ്. ഇത് ഞാൻ ഒബ്രോമാളിൽ ആ ഓഫർ ഞാൻ മേടിക്കാൻ പോയപ്പോൾ അത് രാത്രി സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് ഓടിപ്പോയത്. അപ്പോൾ പിന്നെ കൈ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്നു. എന്തായാലും ഓഫറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് പോയത്. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയത് ഇതൊക്കെ വാരി എടുത്തിട്ടങ്ങ് പോകുന്നു. പക്ഷേ ഇത് ഞാൻ ഇതുവരെ വെയർ ചെയ്തിട്ടില്ല, എൻ്റെ സിസ്റ്റർ ഇത് വെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു പാരഷൂട്ട് സ്കേർട്ട് പോലെ തോന്നുമെങ്കിലും പാരഷൂട്ട് അല്ല. ഇതൊരു ഡെനിമിൻ്റെ ഒരു നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് കോട്ടൺ പോലെയാണ്, പക്ഷേ ഡെനിമ് പോലെയും ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട്. പിന്നെ പുറകിൽ എനിക്ക് ഇഷ്ടമാവാത്ത ഒരേ ഒരു കാര്യം, ഇതിന് ഇങ്ങനെ പുറകിൽ എനിക്കിങ്ങനെ അലാസ്റ്റിക് ഇങ്ങനെ വന്ന ഒരു സാധനം ഇഷ്ടമല്ലോ, അതിങ്ങനെ പ്രത്യേകമായിട്ടില്ലേ ഇങ്ങനെ അലാസ്റ്റിക്. ഇത് ഈ ബാൻഡ് തന്നെയാണ് ഫ്രണ്ടിലെങ്കിലും നല്ല ഭംഗി, അല്ല ബാക്കിലെങ്കിലും നല്ല ഭംഗി ഉണ്ടായത്. കണ്ടോ, പുറകിൽ പോക്കറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു സ്ലിറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ 2 പോക്കറ്റ്സ് ഉണ്ട്, ഒറിജിനൽ പോക്കറ്റ്സ്. ഇതും ഒരു മുക്കാലൊക്കെ ഉണ്ടാവും, നല്ല ലെങ്ത് ഉണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതൊരു പാരഷൂട്ട് പാൻറ്റാണ്. ഇതൊരു പാരഷൂട്ട് പാൻറ്റാണ്. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ട് മാക്സിൽ കയറി പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മേടിക്കാനുള്ള പൈസ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഓൺലി 899. ഇത് നല്ല മറ്റേ റെയിൻകോട്ടിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയൽ, നല്ല റെയിൻകോട്ടിൻ്റെ മെറ്റീരിയൽ. 2 സ്ട്രൈപ്പ് കണ്ടോ, 2 സ്ട്രൈപ്പ് ഉണ്ട് 2 സൈഡിൽ വൈറ്റ് കളർ. എനിക്ക് ഇങ്ങനെ വൈറ്റ് കളർ സ്ട്രൈപ്സ് ഉള്ള സാധനം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിഷമിച്ചിട്ട് ഇതിൻ്റെ ബാർകോഡൊക്കെ ഫോട്ടോ എടുത്ത് മാക്സിൻ്റെ ആപ്പിലൊക്കെ നോക്കിയാൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ മനസ്സിലിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് പോയി മേടിച്ചതാണിത്.
അപ്പോഴും ഭാഗ്യത്തിന് ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല, പിന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അവിടെ. അപ്പോൾ അയ്യോ തീർന്നു. അപ്പോൾ അവിടുത്തെ സെയിൽസ് സ്റ്റാഫിനോട് ചോദിച്ചു, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ കാണിച്ച് ഇത് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട് വാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതേ അവിടെ കിടക്കണം. ഞാൻ വിചാരിച്ചു കാരണം ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടിട്ട് വെക്കുന്നത് തീർന്നു, എന്തായാലും എല്ലാവരും ഇത് മേടിക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇത്. ഇവിടെ അലാസ്റ്റിക് വന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ അത് ലോക്കാക്കുന്ന ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇത് തന്നെ പാരഷൂട്ട് പാൻസിൻ്റെ അടിയിലും ഉണ്ടാവും ഇതുപോലത്തെ ഒരു സ്പ്രിങ്. ഇത് നമുക്ക് പാരഷൂട്ട് ഇങ്ങനെ ലൂസ് ഫിറ്റായിട്ട് ഇങ്ങനെ വെറുതെ ലൂസ് പാൻ്റായിട്ട് ഇടാം. ഇത് നമുക്ക് ടൈറ്റ് ചെയ്താൽ പാരഷൂട്ട് പാൻ്റായിട്ട് ഇടാം. ഈ ലോക്ക് ഇങ്ങനെ ലോക്ക് ചെയ്താൽ അപ്പോൾ ഇങ്ങനെ പാരഷൂട്ട് പാൻ്റായിട്ട് ഇങ്ങനെ ഇടും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാനിത് അങ്ങനെ ഇട്ടിട്ടില്ല, ഇടണം അങ്ങനെ ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് H&M ന്ന് മേടിച്ചതാണ് കേട്ടോ. എനിക്കൊരു ട്രൗസേഴ്സ് ഓർ ഫോർമൽ പാൻസ് വേണമെന്ന് നല്ല ആഗ്രഹം. അപ്പോൾ ഞാൻ H&M കയറിയപ്പോൾ മേടിച്ചതാണിത്. എനിക്കങ്ങനെ ഫോർമൽ പാൻസോ ട്രൗസേഴ്സോ ഒന്നുമില്ല. ഇതൊരു ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് കൊറിയൻസൊക്കെ ഇങ്ങനത്തെ പാൻസൊക്കെ കിട്ടിയാൽ കുറേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചതാണ് H&M ന്ന്. കണ്ട് ഇങ്ങനെ ബെൽറ്റ് ഇടാനുള്ളതൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. പുറകിലും പോക്കറ്റ്സ് ഉണ്ട്, ബെൽറ്റ് ഇടാനുള്ളതുണ്ട്. ഫ്രണ്ടിലും പോക്കറ്റ്സ് ഉണ്ട്. സിബാണ് കേട്ടോ ഫ്രണ്ടിൽ. പിന്നെ ഇത് ഫുൾ ലെങ്ത് അല്ല, ഇത് മറ്റേ എന്താ ട്രൗസർ, ഇങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ട്രൗസർ അല്ല. ഇത് ഇച്ചിരി സ്കിന്നി അല്ല, ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ ഫോർമലായിട്ട് അങ്ങനെ കിടക്കണതാണ്. ഒരു മുക്കാലൊക്കെയാണ് ഇതുണ്ടാവുള്ളൂ. ഫുൾ ലെങ്ത് ഉണ്ട്, ഫുൾ ലെങ്ത്തിലും കുറച്ച് പക്കത്താണ് ഇതുള്ളത്. ഇത് നല്ലതാണ്. ഇത് നമുക്ക് ഫോർമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അതുകൊണ്ട് ക്യാഷ്വലി നമുക്ക് ഇടാം. ഓക്കെ, നമുക്കൊരു സിമ്പിളായിട്ട് വലിയ വർക്കൊന്നും ഇല്ലാത്ത സാധനം സിമ്പിളായിട്ട് ഇതും ജസ്റ്റ് വൈറ്റ് ഷർട്ട് ഓർ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും. നല്ല ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് ആയിരിക്കും. മേക്കപ്പ് ലുക്ക് അല്ല, ക്ലീൻ ഗേൾ ലുക്ക്. നെക്സ്റ്റ് വന്നിട്ട് ഇത് പാരഷൂട്ട് പാൻ്റാണ്. എനിക്ക് പാരഷൂട്ട് പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റായിട്ട് പാരഷൂട്ട് പാൻറ്റ് എല്ലാവരും ഇടണം കേട്ടോ. എനിക്കൊരു പാരഷൂട്ട് പാൻറ്റ് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ അർബനിക്ക് ഓർ സവാന എന്നാണ് ഇത് മേടിച്ചത്. ദിസ് ഇസ് മൈ ഫസ്റ്റ് പാരഷൂട്ട് പാൻറ്റ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് പാരഷൂട്ട് പാൻറ്റ്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഇതും അതുപോലെ തന്നെ സെയിം അടിയിൽ ഇങ്ങനെ സ്ട്രിങ് ഉണ്ട്. നമുക്ക് ക്യാഷ്വലായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാം, പാരഷൂട്ട് പാൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ പാരഷൂട്ട് പാൻ്റ് ആയിട്ട് ഇടാം. ഈ സ്ട്രിങ് ഇങ്ങനെ വലിച്ചാൽ മതി. ഇതിലിങ്ങനെ പോക്കറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പോക്കറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണ പോലെ ഒരു ഡിസൈൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡിസൈനാണ്, പക്ഷേ പോക്കറ്റ്സ് ഉണ്ട്. ഇതിങ്ങനെ ഇരിക്കും. സ്ട്രിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇലാസ്റ്റിക്. ഇതൊരു ബേജ് കളറാണ് കേട്ടോ. പാരഷൂട്ട് പാൻറ്റ് മേടിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ബേജ് കളറാണ് മേടിക്കണമെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ക്യാഷ്വലി വെയർ ചെയ്യാം. ഇത് മറ്റേ പാരഷൂട്ട് പാൻറ്റ് ഇച്ചിരി തിക്കാണ്. ഇത് പക്ഷേ തിന്നാണ്, നല്ല നൈസാണ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ അധികം ഇടാറില്ല. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമൊക്കെ ഞാൻ ഇടാറില്ല. ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വല്ല വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം, നമുക്ക് അതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എൻ്റെ കളക്ഷൻസ്, ഹാൻഡ് ബാഗ്സ്, ഹീൽസ്, ടോപ്സ് കളക്ഷൻ, ഡ്രസ് കളക്ഷൻ അങ്ങനെ എന്തെങ്കിലും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. Okay, see you guys in my next video. Bye.